കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരെയും പ്രിപ്പയർ ആക്കുന്ന, പലരും ചെറുപ്പക്കാരാണ്, അടുത്ത കുഞ്ഞിനെ ശ്രമിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സിന്, കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഈ പ്രഗ്നൻസി സ്റ്റേജിലുള്ള എത്തിക്കാനൊക്കെ ഇതിലടങ്ങിയിരിക്കുന്ന ഈ ഘടകങ്ങളെ കൊണ്ട് സഹായിക്കുന്നു. ഇനി ഇതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം ഇതിലുണ്ട് കേട്ടോ. കാൽഷ്യം ഈ സിബത്രോൺ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ബോൺസിനെയും മസിൽസിനെയും ഫങ്ഷൻ ശരിയായ രീതിയിൽ എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ D3 കാൽഷ്യം ഒക്കെ കഴിക്കുന്നെങ്കിൽ പോലും ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ കാൽഷ്യം ഒരു സപ്പോർട്ടായിട്ട് നമ്മളെ കൊടുക്കുന്നു. സോ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ സീനിയർ ആയിട്ട് ഒരിക്കലും കൂടെ ക്ലിയർ ആണോ? ഓക്കെ, പ്രഭാത് സർ, താങ്ക് യു. ഇനി അടുത്തതാണ് മെഗ്നീഷ്യം. ഇതില് നമ്മുടെ എനർജിയുടെ ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇതിന് മെഗ്നീഷ്യം നമ്മളെ സഹായിക്കുന്നത്. പൊട്ടാസ്യം അതുപോലെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്ലഡ് പ്രഷറിനെ മാനേജ് ചെയ്യാനും അതിന് ഹെൽത്തി ആയിട്ടുള്ള ഹാർട്ട് ഫംഗ്ഷനെ പ്രോപ്പർ ആക്കാനും ആർക്ക് കഴിയുന്നുണ്ട്? ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം കഴിയുന്നുണ്ട്. മാംഗനീസ് ഉണ്ട്. ഇത് നമ്മുടെ വൂണ്ട് ഹീലിംഗ്, മുറിവ് ഉണക്കാനും മറ്റുമായിട്ട് ഇവിടെ സഹായിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കോപ്പർ എന്നാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ടിഷ്യൂകളെ കറക്റ്റ് ആക്കാനും ഇമ്മ്യൂണിറ്റി ഫംഗ്ഷൻ പ്രോപ്പർ ആക്കാനും ഇതിലടങ്ങിയിരിക്കുന്ന കോപ്പർ സഹായിക്കുന്നുണ്ട്. ഇനി അയൺ, ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസിന്റെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഓക്സിജൻ കൃത്യമായിട്ട് എത്തിക്കാൻ ആർക്ക് പറ്റുന്നു? സിബത്രോണ് നമ്മളെ സഹായിക്കുന്നു. സിങ്ക് നേരത്തെ പറഞ്ഞു, പ്രോട്ടീൻ, നമ്മുടെ വൂണ്ട് ഹീലിംഗ് പോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ് പോലുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിലടങ്ങിയിരിക്കുന്ന സിങ്ക് നമ്മളെ സഹായിക്കുന്നു. ഇനി അമിനോ ആസിഡുകൾ ധാരാളം ഉണ്ട്. ധാരാളം അമിനോ ആസിഡുകൾ ഒന്നിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മെറ്റബോളിസത്തെ കറക്റ്റ് ആക്കാനും ന്യൂറോ ട്രാൻസ്മിറ്റർ കറക്റ്റ് ആക്കാനും നമ്മുടെ ആസിഡ് മെറ്റബോളിസത്തെ പ്രോപ്പർ ആക്കാനും അതുപോലെ പ്രോട്ടീന്റെ ശരിയായ രീതിയിൽ എല്ലാ സെൽസുകളിലേക്കും മറ്റും എത്തിക്കാനും അതുപോലെ നമ്മുടെ കൊളാജിന്റെ നേരത്തെ പറഞ്ഞ പോലെ ജോയിന്റ് ഹെൽത്തിലേക്കൊക്കെ സപ്പോർട്ട് കൊടുക്കാനും എനർജി പ്രൊഡക്ഷൻ പ്രോപ്പർ ആക്കാനും എല്ലാം മസിലിന്റെ ഗ്രോത്തിനും റിപ്പയറിനും ഒക്കെ ഇതിൽ ധാരാളം അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. ഇനി ഫാറ്റി ആസിഡിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ലിനോലിക് ആസിഡ്, നമ്മൾ നേരത്തെ ALA എന്നൊക്കെ പറഞ്ഞില്ലേ, അതെല്ലാം ഇവിടെ ധാരാളം ഉള്ളത് കൊണ്ട് ആൽഫ ലിനോലിക് ആസിഡ് ഉണ്ട്. ഇത് നമ്മുടെ എസെൻഷ്യൽ ആയിട്ട് ഹാർട്ടിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനൊക്കെ പരിഹരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ന്യൂട്രിയൻസിലേക്ക് പോകുമ്പോൾ ഫ്ലാവനോയിഡ്സ് ഉണ്ട്. ഇതെന്താണ്? നമ്മുടെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് കറക്റ്റ് ആക്കാൻ, ആ കോമ്പൗണ്ട് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു സിബത്രോൺ കൊണ്ട് നമ്മുടെ ഓർഗൻ ബേസ്ഡ് സിസ്റ്റം, നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിന്റെ ഏതാണ്ട് ഒരു 200-ലധികം പോയിന്റുകൾ നിങ്ങൾക്ക് പറയാം. അത് സ്കില്ല് തൊട്ടിട്ട് ഇങ്ങനെ ഒരിക്കൽ കൂടെ വേറൊരു ടൈപ്പിലൂടെ പോകുന്നു. ഓക്കെ, സ്കിന്നിലേക്ക് വരികയാണെങ്കിൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് എന്താണ്? സ്കിന്നിലെ ഡാമേജ് കറക്റ്റ് ആക്കാൻ പറ്റുന്നു പറഞ്ഞു. ഇനി ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ പറ്റുന്നു പറഞ്ഞു. മുറിവ് ഉണക്കാൻ പറ്റുന്നു. സ്കിന്നിന് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞു. ആന്റി ഏജിങ് പറഞ്ഞു. സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി പറഞ്ഞു. ഇനി ഹൈഡ്രേഷൻ, പലരെയും സ്കിന്ന് ഡ്രൈ ആവുന്നുണ്ട്, അത് മാറ്റിയെടുക്കാൻ പറ്റുന്നു പറഞ്ഞു. അങ്ങനെ സ്കിന്നിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ UV റേസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? സിബത്രോണിന് പറ്റുന്നുണ്ട്. ഇനി നമ്മുടെ സ്കിന്നിലെ ടോൺ നിലനിർത്താൻ വേണ്ടിയിട്ട് ആരൊക്കെ സഹായിക്കുന്നത്? ഹൈപ്പർ പിഗ്മെന്റേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കിയെടുക്കാൻ ആർക്ക് സഹായിക്കുന്നുണ്ട്? നമ്മുടെ സിബത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. സ്കിൻ ക്ലാരിറ്റി, പലപ്പോഴും സ്കിന്നിന്റെ ക്ലാരിറ്റി ക്ലിയർ ആക്കാൻ സിബത്രോൺ സഹായിക്കുന്നുണ്ട്. ഇനി നോക്കുന്ന സമയത്ത് സ്കിന്നിന്റെ എടുക്കുകയാണെങ്കിൽ, ഇനി ഹെയറിലേക്ക് പോവുകയാണെങ്കിൽ ഹെയറിന്റെ ഗ്രോത്ത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയറിന്റെ ടെക്സ്ചർ ശരിയാക്കാൻ, പലരുടെയും അറ്റം മുടി പിളർന്നു പോകുന്നു, കൊഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വല്ലാതെ കൊഴിഞ്ഞില്ലാണ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ടെക്സ്ചർ ഒക്കെ കറക്റ്റ് ആക്കാനും അതുപോലെ ഷൈനിങ് നിലനിർത്താനും, മുടി ഷൈനിങ് നിലനിർത്തുമ്പോൾ പറ്റും. ആ ഷൈനിങ് എപ്പോഴും നിലനിർത്തുമ്പോൾ നമുക്ക് ഒന്നുകൂടെ സൗന്ദര്യം കൂടും. ഇതിനെല്ലാത്തിനും ആവശ്യമായിട്ടുള്ളതെല്ലാം ഇവിടെ നമ്മുടെ സിബത്രോൺ അടങ്ങിയിട്ടുണ്ട്. ഡാൻഡ്രഫ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡാൻഡ്രഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ സ്കാൽപ്പ് ഇറിറ്റേഷൻ, സ്കാൽപ്പിൽ വരുന്ന ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ആക്കിയെടുക്കാൻ നമ്മുടെ എക്സിമ പോലെയുള്ളതോ അല്ലെങ്കിൽ സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്താതിരിക്കാൻ സിബത്രോൺ നമ്മളെ
സഹായിക്കുന്നുണ്ട്. ഇനി ഹെയറിന്റെ മുടിയുടെ റീഗ്രോത്ത് പലപ്പോഴും ആ ഒരു ലിമിറ്റഡ് പീരീഡ് കഴിയുമ്പോഴും വീണ്ടും വീണ്ടും നമ്മുടെ മുടി ഗ്രോത്ത് ഉണ്ടാവണം. ആ ഗ്രോത്ത് കൂട്ടാൻ എന്തിനു പറ്റുന്നു? സിബത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ സീനിയർ ആയിട്ട് ചെയ്തോളൂ. ഇനി ഹാർട്ടിലേക്ക് പോവാണേ. ഹാർട്ടിലേക്ക് നമ്മൾ പോകുമ്പോ നമ്മുടെ കൊളസ്ട്രോൾ ലെവല് കറക്റ്റ് ആക്കാൻ അല്ലെങ്കിൽ LDL കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ സിബത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബ്ലഡ് ലിപ്പിഡ് പ്രൊഫൈൽസ് കറക്ഷൻ ചെയ്യാൻ സിബത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ ബ്ലഡ് വെസൽസ് ഫങ്ഷൻ കറക്റ്റ് ആക്കാൻ, ബ്ലഡിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ആ മൂവ്മെന്റ് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിബത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി കാർഡിയോ ഫങ്ഷൻ, ഓവറോൾ ആയിട്ടുള്ള കാർഡിയോ ഫങ്ഷൻ കറക്ഷൻ ചെയ്യാൻ സിബത്രോൺ സഹായിക്കുന്നുണ്ട്. ഇനി ഹൃദയവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സോ ഇൻഫ്ലമേഷനോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സിബത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇത് കൂടാതെയാണ് HDL കൊളസ്ട്രോള് എൻഹാൻസ് ചെയ്യാൻ, നല്ല കൊളസ്ട്രോളിനെ നമ്മുടെ ശരീരത്തിൽ നിലനിർത്തി നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആക്കി നിലനിർത്തി നമ്മുടെ ശരീരത്തെ എന്നും നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സിബത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത്രയും ഭാഗമാണ് ആ പാർട്ടിലുള്ളത്. ഇനി അടുത്തതാണ് നമ്മുടെ ബ്രെയിൻ ന്യൂറോ സിസ്റ്റത്തെ എങ്ങനെ അത് സഹായിക്കും നോക്കാം. ബ്രെയിൻ ഉണ്ടാവുന്ന ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസ് നമ്മൾ വരികയാണെങ്കിൽ, ബ്രെയിൻ ഉണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ, കോശങ്ങൾ നശിച്ചു പോവുകയാണെങ്കിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അകത്തു നിന്നോ പുറത്തു നിന്നോ ഏതെങ്കിലും തരത്തില് ഡാമേജ് നമുക്ക് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ന്യൂറോ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ സഹായിക്കുന്നുണ്ട്. കോഗ്നേറ്റീവ് ഫങ്ഷൻ, മെമ്മറി, ഫോക്കസ്, പലരും പറയാറുണ്ട് ഫോക്കസ് കിട്ടാറില്ല എന്നുള്ളത്. ഫോക്കസ് കൃത്യമാക്കാൻ വേണ്ടിയിട്ടും മെമ്മറി കൃത്യമായിട്ട് കിട്ടാനും നമ്മളെ സിബത്രോൺ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? ഇനിയാണ് നമ്മുടെ മൂഡ്. നമ്മൾ പലപ്പോഴും മൂഡ് മാറുന്നുണ്ട് അല്ലെ? ഈ മൂഡും ഇമോഷനൊക്കെ ഉണ്ട്. ഈ മൂഡും ഇമോഷനൊക്കെ ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങളെ, സ്ട്രെസ് കുറയ്ക്കാനൊക്കെ ഇതിലെ ഇൻഗ്രീഡിയൻസ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ ടോട്ടൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രെയിനിനെ മുഴുവൻ ഡെവലപ്പ് ചെയ്യാനും, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും, നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും, നമ്മുടെ ശരിയായ രീതിയിൽ നേഴ്സിലൂടെ സിഗ്നൽസ് കൃത്യമായിട്ട് എത്തിക്കാനും എല്ലാം സിബത്രോണ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ന്യൂറോ പാത്വേ കൃത്യമാക്കാൻ, ഇനി ഡൈജസ്റ്റീവിലേക്ക് പോവാണെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ഡൈജസ്റ്റീവ്, നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ ദഹനം ശരിയായാൽ തന്നെ ഏതാണ്ട് പകുതിയിലധികം പ്രശ്നങ്ങൾ തീരുന്നു എന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിലേക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ സ്മൂത്ത് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഇറിറ്റബിൾ ബോൾ സിൻഡ്രോം, IBS പോലുള്ള നമുക്ക് ഗ്യാസും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ, അതില്ലാതാക്കാനൊക്കെ കഴിയുന്നുണ്ട്. ഇനി അതുപോലെ കുടലിന്റെ ആരോഗ്യം, നമ്മള് കുടലിന്റെ ആരോഗ്യത്തിന് വേണ്ടി കോംബയോട്ടിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ കുടലിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ, അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡിസോർഡർ ഉണ്ടെങ്കിൽ അതിനെ കറക്ഷൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി നല്ല ബാക്ടീരിയ അല്ലെ, നമ്മൾ പറയാറുണ്ട് കുടലിലെ നല്ല ബാക്ടീരിയ, അതിന് ഏറ്റവും നല്ല പ്രോംപ്റ്റ് ആയിട്ടുള്ള ബാലൻസ് ആയിട്ടുള്ള കഴിവ് കൊടുക്കാൻ, ആ ശക്തി കൊടുക്കാൻ, കുടലിന്റെ ബാക്ടീരിയകൾക്ക് ഭക്ഷണത്തെ ദഹിപ്പിക്കാനും നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ബാക്ടീരിയയെ നന്നായി സപ്പോർട്ട് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? സിബത്രോണിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിച്ച ഭക്ഷണത്തിന് ന്യൂട്രിയൻസ്, നമ്മളെല്ലാവരും സപ്ലിമെന്റുകൾ ധാരാളം കഴിക്കുന്ന ആളുകളാണ്. ഈ ന്യൂട്രിയൻസിനെ മുഴുവൻ അബ്സോർവ് ചെയ്യാനും അത് കൃത്യമായിട്ട് യൂട്ടിലൈസേഷന് സപ്പോർട്ട് കൊടുക്കാനും ആർക്ക് പറ്റുന്നു? സിബത്രോണ് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് നമ്മുടെ ഓക്കെ, ഇനി നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയെ പോലെ എല്ലാം ടോട്ടൽ നോക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഇതൊരു മൃതസഞ്ജീവിനി കാറ്റഗറിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന, ഞാൻ വളരെയധികം